യെസ്, നമ്മൾ ഈ ധ്യാനത്തിൽ കേട്ട കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആരോടും വലിയ എക്സൈറ്റഡ് ആയിട്ട് പറയാതിരിക്കാൻ നല്ലത്. നമ്മൾ 2 ദിവസം മുഴുവനും ഇരുന്ന് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം മനസ്സിലായെന്ന് ഓർക്കണം. ഇപ്പോൾ നമ്മളിതൊക്കെ മനസ്സിലായി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഓൾജിബ്ര, ട്രിഗ്നോമെട്രിയും സയൻസും എൻജിനീയറിങ്ങും മനസ്സിലായ മാതിരിയല്ല. അത് നമ്മുടെ മനസ്സുകൊണ്ട് മനസ്സിലാവുന്നു. പക്ഷെ ഇത് ഈ ശിമിയോന് മനസ്സിലായിന്ന്, ഈ കുഞ്ഞ് ആരാകുമെന്ന് മനസ്സിലായിന്ന്. സകല ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷയാണ്. അത്തരത്തിലുള്ള വെളിപാടിലൂടെയാണ് നമുക്കിതൊക്കെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ബുദ്ധിയിൽ നിന്നൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല, പരിശുദ്ധാത്മാവിലൂടെയാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് മുഴുവനും. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരോട് ഓടിച്ചാടിച്ചെന്ന് പറയുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവില്ല. അവർ പറയും ഇതെന്തോ പ്രശ്നമുണ്ട്, ഇതെന്ത് പറയണം, തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടട്ടെ, ഇത് തെറ്റ് ചെയ്യുന്നവന് വെറുതെ വിടാമെന്ന് പറഞ്ഞത് എന്ത് ന്യായം എന്ന് പറഞ്ഞ് നിങ്ങളെ കളിയാക്കി നിരുത്സാഹപ്പെടുത്തും. അപ്പോൾ ആദ്യം നമ്മൾ ആരോട് പറയാൻ ഉദ്ദേശിക്കുന്നുവോ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഈ ധ്യാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിന് ഒരു പ്രത്യേകത, ആദ്യം ഞങ്ങൾ 2 ദിവസം ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മൾ കുറേ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിചാരങ്ങളൊക്കെ മാറും. അപ്പോൾ ആദ്യം നമ്മൾ ആരോടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നീതിയെക്കുറിച്ച് പറയാതെ ജ്ഞാനത്തെക്കുറിച്ച് പറയണം. എന്നിട്ട് ജ്ഞാനത്തെ എങ്ങനെ ലഭിക്കുന്നതെന്നും ആ ജ്ഞാനത്തിൻ്റെ കുറച്ച് ആശയങ്ങൾ നിങ്ങൾക്ക് കിട്ടിയ ഉപദേശം നിങ്ങൾ പങ്കുവയ്ക്കുക. എന്നിട്ട് ബാക്കി അടുത്ത പ്രാവശ്യം പറയാമെന്ന് പറയണം. അതാണ് ജ്ഞാനം. അങ്ങനെ അവർ ജ്ഞാനത്തിന് വേണ്ടി കുറച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർക്ക് ഈ ഒരു ഇത് മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ടാവും. ഇനി നിങ്ങളുടെ ബന്ധുക്കളും പുറത്ത് രാജ്യങ്ങളിലുള്ളവരും വിദ്യാർത്ഥികളും അവർക്കൊക്കെ യൂട്യൂബിൻ്റെ ലിങ്ക് പറഞ്ഞു കൊടുക്കാം. യൂട്യൂബിൽ ഇങ്ങനെയാണ് എഴുതിയെടുത്തുള്ളൂ, എന്താണ് യൂട്യൂബിൽ, എങ്ങനെയാണ് ഇത് യൂട്യൂബിൽ കാണേണ്ടത്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും മൊബൈൽ ഫോണിന്, പ്രത്യേകിച്ച് ജിയോ സിം ഉള്ളവർക്ക് 2 GB ആയിട്ട് ഡെയിലി ഫ്രീ ആണ്. ഇഷ്ടംപോലെ ഡാറ്റ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ അതിൽ യൂട്യൂബിൽ കയറിയാൽ, ഇപ്പോൾ മൊബൈലിൽ ഒരു യൂട്യൂബ് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. യൂട്യൂബ് ആപ്പ് ഉണ്ടാവും, അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടെന്നാണ് വിചാരിക്കേണ്ടത്. യൂട്യൂബ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഒരു ചുമന്ന ഇതിലൊരു ആരോ മാതിരി എഴുതിയിട്ടുണ്ടാവും. അതിൽ കയറിയാൽ തോമസ് പോൾ കൊടിയൻ എന്ന് സെർച്ച് ചെയ്യണം. സെർച്ചിൽ അടിക്കേണ്ടത് തോമസ് പോൾ കൊടിയൻ, KODIYAN, കൊടിയൻ, തോമസ് പോൾ കൊടിയൻ. ഇങ്ങനെ അടിച്ചു കഴിയുമ്പോൾ നിറയെ വീഡിയോ കാണാൻ പറ്റും. പക്ഷെ അതിലൊന്നും കയറരുത്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ എൻ്റെ ഒരു ചെറിയ ഫോട്ടോവും വെച്ചിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആദ്യം ഇപ്പോൾ തൽക്കാലം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാമതൊരു പേജിലേക്ക് കയറും. ആ പേജാണ് ചാനൽ. യൂട്യൂബിൽ സാധാരണ ഒന്നൊന്ന് വീഡിയോകൾ ആൾക്കാർ കേട്ടാറുണ്ട്. പക്ഷേ നമുക്കൊരു ചാനലുണ്ട്, ഒരു വലിയ ചാനൽ. അതൊരു വലിയ ധ്യാനകേന്ദ്രം പോലെയാണ് ആ ചാനൽ. അതിൽ 100-ൽ പരം ധ്യാനങ്ങളുണ്ട്, 12,000-ത്തിലധികം വീഡിയോകളുണ്ട്. മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ കാണാനുള്ള വകുപ്പ് അതിനകത്തുണ്ട്. അതിൽ ചെന്ന് കഴിഞ്ഞാൽ കണ്ടോ, രണ്ടാമത്തെ പേജിൽ മോളിൽ പ്ലേ ലിസ്റ്റ് എന്ന് അടിച്ചിട്ടുണ്ട്. പ്ലേ ലിസ്റ്റ്, PLAYIST, പ്ലേ ലിസ്റ്റ്. ഈ പ്ലേ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യണം. പ്ലേ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജ് വരും. ആ പേജെല്ലാം ഓരോ ധ്യാനങ്ങളാണ്. ഒരു ലിസ്റ്റ്, ഒരു ഐറ്റം, ഒരു ധ്യാനമാണ്. അപ്പോൾ അതിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ചങ്ങനാശ്ശേരി സെഹിയോൻ റിട്രീറ്റ് 2017. അതിലിപ്പോൾ 90ഓളം വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ധ്യാനം മാത്രമേ പിന്നെ കാണുള്ളൂ. മനസ്സിലായ? അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ട് വേറെ പല ടോക്കുകളിലേക്ക് പോകും. അങ്ങനെ കാണരുത്. പ്ലേലിസ്റ്റിൽ പോയിട്ട് ഏത് ധ്യാനമാണ് വേണ്ടത്.
ഈ ധ്യാനം കേൾക്കാം. ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള ധ്യാനങ്ങൾ, സിസ്റ്റേഴ്സിൻ്റെ ധ്യാനങ്ങൾ, ഇംഗ്ലീഷിലുള്ള ധ്യാനങ്ങൾ, ജർമ്മൻകാർക്കുള്ള ധ്യാനങ്ങൾ, ഫ്രാൻസിൽ നടത്തിയ ധ്യാനങ്ങൾ, അയർലൻഡ്, ഇങ്ങനെ എല്ലാം ഉണ്ട് അതിനകത്ത്. കുട്ടികൾക്കുള്ള ധ്യാനങ്ങൾ ഇതൊക്കെ ഉണ്ട്. നമ്മൾ നടത്തുന്ന ധ്യാനങ്ങളെല്ലാം ഇതുപോലെ റെക്കോർഡ് ചെയ്ത് അന്നന്ന് രാത്രി കിടക്കണേക്ക് മുമ്പ് തന്നെ ഇത് അപ്ലോഡ് ചെയ്തു ആളുകൾ വെയിറ്റ് ചെയ്യാണ്. ഇന്ന് ബ്രദർ എന്താ പറഞ്ഞത്, ഇന്ന് ഇവരോട് എന്താ പറഞ്ഞത്, എന്നിട്ട് അവരെനിക്ക് ഫീഡ്ബാക്ക് തരികയാണ്. ഓ ബ്രദറെ, ഈ ധ്യാനത്തിൽ ഇങ്ങനെ പറഞ്ഞത് എന്നെ വളരെ സ്പർശിച്ചു. ഇങ്ങനെയൊക്കെ എനിക്ക് വാട്സപ്പിലൂടെ അവരിങ്ങനെ സംശയങ്ങളും ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇതിൻ്റെ ലിങ്ക്, എന്നിട്ട് ആ പേജിൽ പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ അവിടെ നിന്ന് തൊഴാണെങ്കിൽ അതിൻ്റെ ലിങ്ക് അയക്കണ ഒരു വഴിയുണ്ട്. അത് പിള്ളേരോട് ചോദിച്ചാൽ പറഞ്ഞുതരും. ആ ലിങ്ക് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അവരോട് ഇങ്ങനെ പറയാം, ഇതേമാതിരി പോയിട്ട് നീ കാണ്. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ ഫോറിനിൽ ജോലിയുള്ളവരൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് അവരവിടെ ജോലി ചെയ്യുന്നതൊക്കെ. വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു പോം വഴി? ഇതിൻ്റെ പോം വഴി ഇവർക്ക് ആത്മീയമായ ജ്ഞാനം കിട്ടണം. അതിന് അവരെല്ലാ ദിവസവും ജോലി കഴിഞ്ഞ്, മോളെ നീ ജോലി കഴിഞ്ഞ് 1 മണിക്കൂർ, അരമണിക്കൂർ ഒരു ക്ലിപ്പ് കാണും, അരമണിക്കൂർ. അങ്ങനെ കുറച്ച് ദിവസം നീ കാണും. സാവധാനം ഇപ്പോൾ ആൻറ്റി ഫിലാഡൽഫിയയിലാണ് താമസിക്കുന്നത്. ആൻറ്റി പറയാണ് ഒരു ധ്യാനം മുഴുവനും അങ്ങനെ വീട്ടിലിരുന്ന് കൂടി. ഇപ്പം ആൻറ്റിക്ക് എന്താ, വീട്ടിലവർ ഉണ്ട്, എല്ലാവരും ജോലിക്ക് പോയി, മക്കളൊക്കെ ജോലിക്ക് പോയി. അപ്പോൾ ഈ ഒരെണ്ണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻറ്റി അവിടെ ഇരുന്ന് കാണാം. ഇത് ടി വിയിലും കാണാൻ പറ്റും. ഇപ്പോൾ ഇൻ്റർനെറ്റ് എല്ലാം ടി വിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീട്ടിലെ സ്മാർട്ട് ടെലിവിഷനിൽ ഇൻ്റർനെറ്റിലൂടെ കാണാൻ പറ്റും. ശരിക്ക് ഒരുപാട് പേരങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഉപയോഗിക്കുക, ഇതിനെ പ്രചരിപ്പിക്കാൻ ഇതൊരു വലിയ മാധ്യമമാണിത്. പ്രൈസ് ദി ലോർഡ്. ഇനി ഇത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു സംശയം ഉണ്ടായി, വീട്ടിൽ ചെന്ന് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതെങ്ങനെയാണ് ഇതിങ്ങനെയാണല്ലോ ഇവിടെ പഠിപ്പിക്കണേ, ഇങ്ങനെയാണല്ലോ ഇവിടെ പഠിപ്പിക്കണേ, അത് തോമസ് പോൾ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവോ എന്നൊക്കെ പറഞ്ഞ് സംശയം വരുമ്പോൾ നിങ്ങൾ ഒരു ആർഗ്യുമെൻറ്റിനും പോകരുത്. അതിനെ ആർഗ്യുമെൻ്റ് ചെയ്ത് സംശയം ദൂരീകരിക്കാൻ നോക്കരുത്. എന്താണ് പറയേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, ഇല്ലെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. അതിനെൻ്റെ ടെലിഫോൺ നമ്പർ എഴുതിയെടുക്കാം. ഇതെൻ്റെ വാട്സപ്പ് നമ്പറാണ്. ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് എനിക്കൊരു മെസ്സേജ് അയക്കൂ. അപ്പോൾ ഞാൻ ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ച് സംസാരിക്കാം. വാട്സപ്പ് നമ്പർ ഇതാണ് 0091 944 944 719 6033 0091 944 719 6033. ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വാട്സപ്പിലായിട്ട് നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ വാട്സപ്പിലൂടെ എനിക്കൊരു റിങ് തരികയോ ഒരു മെസ്സേജ് ഇടുകയോ ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ്. കാരണം നമ്മൾക്കറിയാം, ഞാൻ പകൽ ഫോണൊന്നും ചെയ്യാൻ പറ്റില്ല. രാത്രി ധ്യാനമെല്ലാം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇട ദിവസങ്ങളിലൊക്കെയാണ് ഉത്തരം കേട്ടത്. പക്ഷേ സാധാരണഗതിയിൽ എല്ലാ ദിവസവും എല്ലാ കോളുകളും മിസ് കോൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരെയും ഞാൻ തിരിച്ച് വിളിക്കും, എല്ലാവരെയും തിരിച്ച് വിളിക്കും കേട്ടോ. വാട്സപ്പിൽ സന്ദേശം തന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് ഉത്തരം കൊടുക്കും. എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഈ പേപ്പറിലുണ്ട്, ktomaspol@gmail.com. ആ പേഴ്സണൽ പേരിൻ്റെ കടലാസിൻ്റെ താഴെയുണ്ട് ktomaspol, ഒറ്റ വാക്ക്, ktomaspal@gmail.com. ഇങ്ങനെ മെയിലിലും നിങ്ങൾക്ക് സമ്പർക്കം പുലർത്താവുന്നതാണ്. ഇതിൻ്റെ എല്ലാം ഉദ്ദേശം വലിയൊരു കൗൺസിലിങ്ങിനൊന്നുമല്ല. ഒരുപാട് കാര്യങ്ങൾ ഫോണിലൂടെ പറഞ്ഞ് സമയം കളയുകയും ചെയ്യരുത്. കൃത്യമായിട്ട് എന്താണ് പ്രധാന പ്രശ്നം എന്ന് മാത്രം പറയുക, സമയം ചെയ്യാൻ വേണ്ടി. പക്ഷേ നിങ്ങളെപ്പോഴും ചിന്തിക്കണം, ഏത് സമയത്തും നിങ്ങൾക്ക് വിളിക്കാവുന്ന ഒരാളുണ്ട്, ഏത് സമയത്തും. അത് തോമസ് പോളാണ്. ഈ പരിശുദ്ധാത്മാവിന് തീർച്ചയായിട്ടും വിളിക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനത്തിനാണ്. ഇപ്പോൾ ചിലർക്ക് പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ആരോട് പറയും?
ആർക്കെങ്കിലും ഇത് കേൾക്കാൻ സമയമുണ്ടോ? അതാണ് ഇന്നത്തെ കാലത്തെ ഒരു പ്രശ്നം. ഞാൻ ഇത്രയും തിരക്കാണെങ്കിലും ഏത് ആളുടെയും പ്രശ്നങ്ങൾ കേൾക്കാൻ ഞാൻ സമയം കൊടുക്കാറുണ്ട്. കാരണം അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ആശ്വാസം കിട്ടും. അതാണ് അതിൻ്റെ രഹസ്യം. ഇത് നിങ്ങളും ചെയ്യാവുന്നതാണ്. ഇതൊരു സുവിശേഷ വേലയാണ്. കേട്ടാ മത്തായി ചേട്ടാ, ഒരു ഫോൺ അതിനു വേണ്ടി മാറ്റിവെക്കുക. എന്നിട്ട് കർത്താവേ, നീ ആരുടെയെങ്കിലും പ്രശ്നങ്ങൾ ഞാൻ കേട്ട് നിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ ഉള്ളിലുണ്ട്, നീ അവരോട് എന്നെ വിളിക്കാൻ പറയും. അപ്പോൾ അവിടേന്ന് ഫോളുകൾ വരാൻ തുടങ്ങും. എന്നിട്ട് അത് കേൾക്കുമ്പോൾ തലയുകൊണ്ട് കേൾക്കരുത്, ഹൃദയം കൊണ്ട് കേൾക്കണം. തല കൊണ്ട് കേട്ടാൽ പറയും, എന്നെക്കൊണ്ട് പറ്റില്ല, ഈ പ്രശ്നം മുഴുവൻ എൻ്റെ തലയിൽ വെച്ചാൽ ഞാൻ പ്രാർത്ഥന പിടിക്കുന്നു പറയും. അതാണ് കേൾക്കുമ്പോഴും ശ്രദ്ധിക്കണം. ഹൃദയം കൊണ്ട് കേൾക്കുമ്പോൾ കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലുണ്ടല്ലോ, ഇവരുടെ ഈ പ്രശ്നം ഇതാ ഞാൻ കേൾക്കുന്നു, നീ കേൾക്കണേ. എന്നിട്ട് കേൾക്ക്, ശരിക്ക് കേൾക്ക്, ഈശോന് കൊടുക്ക്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പറയും, ഓ സമാധാനമായിട്ടോ, പ്രൈസ് ദി ലോർഡ്, കാര്യം കഴിച്ചു. എന്തെങ്കിലും നമുക്ക് 2 വാക്ക് പറയാൻ തോന്നി, എനിക്ക് പരിശുദ്ധാത്മാവേ ഇവർക്ക് ഒരു വചനം ഒന്ന് പറയാൻ, ഒരു വചനം. അതാണ് യാക്കോബ് ശ്രീയുടെ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങളെ താങ്ങി നിൽക്കാൻ പറ്റിയ വചനത്തെ മുറുകെ പിടിക്കുവിൻ. ഒരു വചനം, ഒരുപാടൊന്നും പറയരുത്, ഒറ്റ വചനം. പരിശുദ്ധാത്മാവേ ഈ സഹോദരന്, ഈ സഹോദരിക്ക് ഒരു വചനം. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ജ്ഞാനത്തിൻ്റെയോ പരിശുദ്ധാത്മാവ് ഒരു വചനം തരും. ആ വചനം അവരോട് പറയുമ്പോൾ, അങ്ങനെ ചെയ്തിട്ടുണ്ടോ, അത് കറക്റ്റ് എന്നെക്കുറിച്ചാണല്ലോ, അതാണ് ഭയങ്കര ആശ്വാസം വരും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഫിലാഡൽഫിയയിലുള്ള ആൻറ്റി ഇങ്ങനെ ഓരോരുത്തരുടെ പ്രശ്നങ്ങളിരുന്ന് കേൾക്ക്. അവിടെ ആളുകൾക്കൊക്കെ പ്രശ്നങ്ങളാണ്. നമ്മൾ ചുമ്മാ കേട്ടിട്ട് പരിശുദ്ധാത്മാവേ ഇവളെ ആശ്വസിപ്പിക്കാൻ പറ്റിയ ഒരു വചനം തരണേ. ഒരു വചനം കിട്ടും. ആ ഒരു വചനം അവരോട് പറയുക, അവർക്ക് ഭയങ്കര ആശ്വാസമാകും. അങ്ങനെ ഒരു ശുശ്രൂഷയുണ്ട്. അപ്പോൾ ഈ ഫോൺ നിങ്ങൾക്ക് പ്രധാനമായിട്ട് ഞാൻ തരുന്നത്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം, ഞാൻ തിരിച്ച് വിളിക്കും. ഞാൻ ഇവിടുന്ന് ഈ രാജ്യത്തു നിന്ന് പുറത്ത് പോകുമ്പോഴെല്ലാം ഇത് ഇൻ്റർനാഷണൽ റോമിംഗ് ഉള്ള ഫോണാണ്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് സംസാരിക്കില്ല, നിങ്ങളോട് ഫോൺ എടുക്കില്ല. പക്ഷേ എനിക്ക് നിങ്ങളുടെ നമ്പർ മനസ്സിലാവും. ഞാൻ അവിടെ നിന്നുള്ള എൻ്റെ നമ്പറിൽ നിന്ന് തിരിച്ച് വിളിക്കും. അതുകൊണ്ട് ഇപ്പോൾ യൂട്യൂബിലൂടെ ഇത് കേൾക്കുന്നവർ ഓസ്ട്രിയ, ജർമ്മനി, ഫ്രാൻസ്, UK, അയർലൻഡ്, അമേരിക്ക, ഓസ്ട്രേലിയ, നിങ്ങളെല്ലാം ഫോൺ വിളിക്കുമ്പോൾ നിങ്ങളുടെ വോയിപ്പ് കോഡിലൂടെ വിളിച്ചാൽ എൻ്റെ ഇൻസ്ട്രുമെൻറ്റിൽ നമ്പർ കിട്ടില്ല. പ്രൈവറ്റ് നമ്പറെന്നോ അൺനോണെന്നേ വരുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ മൊബൈലിൽ നിന്ന് ഡയറക്റ്റ് ഒരു മിസ് കോൾ തരുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇന്ന രാജ്യത്തുനിന്ന് ആണ്. ആ നമ്പറിൽ ഞാൻ തിരിച്ച് വിളിച്ചോളാം. അതുകൊണ്ട് നിങ്ങൾ ആദ്യം വിളിക്കുമ്പോൾ ഒരിക്കലും ഇൻ്റർനെറ്റിലൂടെ വോയിപ്പിലൂടെ വിളിക്കരുത്. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഇത്രയും സൂചനകൾ തന്നിരിക്കുന്നു. ഇനി നമുക്ക് എവിടെ പോയി?